ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിന് മുന്നിട്ട് വീറയുടെ കുറച്ച് ഓപ്ഷൻസുകൾ കണ്ടു. ഇനി ഒരു ഓപ്ഷനും കൂടിയുണ്ട്, വീറെ അസറ്റ് എഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീറെ കംപ്ലീറ്റ് ആയി. സോ നമുക്ക് ആ ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. എൻ്റെ പേര് സന്ദീപ്. വെൽക്കം ടു മൈ ചാനൽ ടു സ്പേസ് ഡിസൈൻ. നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് ഇത് ഇത്രയേ ഉള്ളൂ ഈ വീറെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിൽ നമുക്ക് നോക്കാനുള്ളത് വീറെ അസറ്റ് എഡിറ്ററാണ്. അസറ്റ് എഡിറ്ററിൽ ഞാൻ ലൈറ്റ് പറഞ്ഞു, ജോമെട്രി പറഞ്ഞു. ജോമെട്രി നമ്മൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ള എല്ലാം ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട പാരാമീറ്റേഴ്സ് ആണ് ജോമെട്രി. പിന്നെ എലിമെൻറ്റിൻ്റെയും കേസ് ഞാൻ പറഞ്ഞു. മെറ്റീരിയൽ ഐ ഡി ഒക്കെ നമുക്ക് റെൻഡർ ഐ ഡി വെച്ചിട്ട് റെൻഡർ എലിമെൻ്റ് വെച്ചിട്ട് നമുക്ക് ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യേണ്ടിയിട്ടാണ് എലിമെൻ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എൻവോയ്മെൻറ്റിലാണ് നമ്മൾ HDRI ഒക്കെ ഉപയോഗിച്ചിട്ട് റെൻഡർ ചെയ്യുന്ന സമയത്ത്, എക്സ്റ്റീരിയർ റെൻഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻവോയ്മെൻറ്റൽ ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ HDRI കൊടുക്കുക. അതൊക്കെ നമുക്ക് 3D എക്സ്റ്റീരിയർ നമ്മൾ റെൻഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നെക്സ്റ്റ് വീറെ സെറ്റിങ്സ് നമ്മൾ ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലുള്ള സെറ്റിങ്സ് ഉണ്ടാവുക. ചില ആൾക്കാർ ഉപയോഗിക്കുന്ന സെറ്റിങ്സ് ആയിരിക്കില്ല വേറൊരാൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന വീറെ സെറ്റിങ്സ് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വർക്ക് ചെയ്യണമെന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീറെ സെറ്റിങ്സ് എപ്പോഴും ഒരു പെർമനൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെറ്റിങ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. കാരണം ഓരോ റെൻഡറിങ്ങിനനുസരിച്ചിട്ടും ഓരോ എൻവോയ്മെൻറ്റിനും അല്ലെങ്കിൽ ഓരോ ലൈറ്റിങ്ങിനനുസരിച്ചിട്ട് വീറേൻ്റെ സെറ്റിങ്സിന് മാറ്റം വരും. അതേപോലെ തന്നെ സിസ്റ്റത്തിനനുസരിച്ചിട്ട് വീറെ സെറ്റിങ്സിന് മാറ്റം വരും. ഞാൻ ഉപയോഗിക്കുന്ന സിസ്റ്റം ആയിരിക്കില്ല വേറൊരാൾ ഉപയോഗിക്കുന്നുണ്ടാകുക. അപ്പോൾ അവർ സെറ്റിങ്സ് വേറെ ആയിരിക്കും. അപ്പം വീറെ സെറ്റിങ്സ് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളതായ ഒരു സെറ്റിങ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇൻറ്റീരിയറിന് ഉപയോഗിക്കുന്ന വീറെ സെറ്റിങ്സ് അല്ല എക്സ്റ്റീരിയറിന് ഉപയോഗിക്കുന്നത്. എക്സ്റ്റീരിയറിന് ഉപയോഗിക്കുന്നതല്ല പ്രൊഡക്ഷൻ റെൻഡറിങ്ങിന് ഉപയോഗിക്കുന്നത്. പ്രൊഡക്ഷന് ഉപയോഗിക്കുന്നതല്ല സ്റ്റുഡിയോ റെൻഡറിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും അധികം ഇതിൽ കളിക്കാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാർ ഏതെങ്കിലും ഒന്ന് ഹൈ ഒന്ന് ലോ എന്ന് പറഞ്ഞിട്ട് 2 സെറ്റിങ്സ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കും. ലോ ആണെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ലോയിലിടും, നമുക്ക് ഫൈനൽ റെൻഡർ ഔട്ട്പുട്ട് ഇടാൻ നമ്മളെപ്പോൾ ഹൈയിലിടും. അങ്ങനെ രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ പല ടൈപ്പിലുള്ള റെൻഡർ സെറ്റിങ്സ് സേവ് ചെയ്ത് വെക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം എന്തൊക്കെയാണ് ഇതിൽ നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ബ്രീഫ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. കാരണം നമുക്ക് റെൻഡറിങ് ക്ലാസ് ഒക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഓവറോൾ എന്താണ് ഇതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞുതരാം. ഇത് ഫസ്റ്റത്തത് എഞ്ചിനാണ്. അതായത് CPU എഞ്ചിനുണ്ട്, GPU എഞ്ചിനുണ്ട്. GPU എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫിക് കാർഡിൽ റെൻഡറാവും. CPU എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സിസ്റ്റത്തിൻ്റെ പ്രൊസസ്സറിൽ റെൻഡറാവും. ഈ വീറെ റെൻഡറിങ് CPU-ലാണെങ്കിൽ നമ്മളെപ്പോഴും നമ്മളെ കോറാണ് ബേസ് ചെയ്തിട്ട്. ഇപ്പോൾ 12 കോർ 16 ത്രെഡ് അല്ലെങ്കിൽ 24 ത്രെഡ് അല്ലെങ്കിൽ 8 കോർ 16 ത്രെഡ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് CPU ആണ് എടുക്കുക. അപ്പോൾ CPU-ൻ്റെ സ്പീഡിനനുസരിച്ചിട്ടായിരിക്കും റെൻഡറിങ്ങിൻ്റെ സ്പീഡ് ഉണ്ടാവുക. രണ്ടാമത് ഇൻട്രാക്റ്റീവ് റെൻഡറാണ് നേരത്തെ നമ്മൾ കണ്ടത്. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ റെൻഡർ ചെയ്ത് കാണിക്കുന്നതിനാണ് ഇൻട്രാക്റ്റീവ് റെൻഡർ എന്ന് പറയുന്നത്. പിന്നെ പ്രോഗ്രസീവ് റെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസസ് ബേസിലായിരിക്കും റെൻഡർ ആവുക. അതായത് 260 പാസ് അല്ലെങ്കിൽ 160 പാസ്, 80 പാസ്, 60 പാസ് എന്നിട്ട് നമുക്ക് നമ്മുടെ പാസിനെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ പ്രോഗ്രസീവ് നമ്മൾ ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബക്കറ്റ് റെൻഡറിങ്ങിലേക്ക് മാറും. ബക്കറ്റ് റെൻഡറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജിയൻ വൈസ് ആയിട്ട് ഓരോ കള്ളി, അതായത് പ്രൊസസ്സറിൻ്റെ ഒരു കോറ്, അതായത് ഒരു കള്ളി, അങ്ങനെ വെച്ചിട്ട് നമുക്ക് റെൻഡർ ആവും. ഇതിൽ രണ്ടിൽ റെൻഡർ ചെയ്യാൻ പറ്റും. പ്രോഗ്രസീവിൽ റെൻഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് പ്രിവ്യൂ ആയിരിക്കും. ബക്കറ്റിൽ റെൻഡർ ചെയ്യുന്നത് നമ്മൾ ചില ആൾക്കാർ ഫൈനൽ ഔട്ട്പുട്ടിൽ മാത്രമേ ബക്കറ്റിൽ റെൻഡർ ചെയ്യുള്ളൂ. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ പ്രോഗ്രസീവ് റെൻഡറാണ് ബെസ്റ്റ്. പിന്നെയുള്ളത് ക്വാളിറ്റിയാണ്. അതായത് ഇതിൻ്റെ ലോ ക്വാളിറ്റി ഡ്രാഫ്റ്റ് എന്ന് പറയും. പിന്നെയുള്ളത് ഡ്രാഫ്റ്റ് ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ മാത്രം, ജസ്റ്റ് പ്രിവ്യൂ. ലോ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും കുറച്ചുകൂടെ ഉണ്ടാവും. മീഡിയം മിഡിൽ നിൽക്കും. പിന്നെ ഹൈ ഒരു അളവ് വരെ പ്രൊഡക്ഷൻ നോക്കിയാണ്, വെരി ഹൈ ആണ് ലാസ്റ്റ്. പിന്നെയുള്ളത്
അപ്ഡേറ്റ് എഫക്ട്സ് ആണ്. അതായത് നമ്മൾ വീറയിൽ ഡീനോയ്സർ എന്ന് പറഞ്ഞിട്ടൊരു എലിമെൻ്റ് ഉണ്ട്. നമ്മൾ ഈ ഡീനോയ്സർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ 2 ഡീനോയ്സർ ഉണ്ടാവും. ഇത് വീറേ ഡീനോയ്സറും ഇത് എൻവിഡിയ ഡീനോയ്സറും. വീറേ ഡീനോയ്സർ ഉപയോഗിക്കുന്നത് ഫൈനൽ റെൻഡറിങ്ങിൽ മാത്രമേ വീറേ ഡീനോയ്സർ ഉപയോഗിക്കുള്ളൂ. എൻവിഡിയ ഡീനോയ്സർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്ററാക്റ്റീവ് റെൻഡർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ നമുക്ക് ഡീനോയ്സിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് എഫക്റ്റ് എന്നുള്ളതിൽ കാണാം അറ്റ് ദ എൻഡ് എന്നാണുള്ളത്. നമ്മൾ റെൻഡർ എൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡീനോയ്സർ വർക്ക് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഡീനോയ്സ് ചെയ്തുകൊണ്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് പല സെറ്റിങ്സിലേക്ക് മാറ്റി വെക്കാം. റാപ്പിഡ് ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ തന്നെ ഡീനോയ്സിങ് സ്റ്റാർട്ട് ചെയ്യും. ഓഫ്റ്റൻ ആണെങ്കിൽ ഒരു പകുതി കഴിഞ്ഞ് കഴിഞ്ഞാലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പം അതെല്ലാം സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ മാറ്റി ചേഞ്ച് ചെയ്താൽ മതി. കാരണം എല്ലാം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സമയം ഹാങ് ആവാനുള്ള സാധ്യത ഉണ്ട്. ഡീനോയ്സർ എപ്പോഴും നല്ലതാണ്. കാരണം ലോ ലൈറ്റിൽ റെൻഡർ ചെയ്യുന്ന സമയത്ത് കുറേ നോയ്സ് ഉണ്ടാവും നമ്മളെ സീനിൽ. അപ്പോൾ അതൊക്കെ പോകാൻ ഡീനോയ്സർ ഉപയോഗിക്കാം. പക്ഷേങ്കിൽ ഡീനോയ്സർ അധികം ഇട്ട് കഴിഞ്ഞാൽ ചില സമയം ഡീറ്റെയിലിംഗ് എല്ലാം പോയി പോകും. നമ്മൾ സ്മോൾ ഡീറ്റെയിലിംഗ് എല്ലാം ചെയ്തതാണെങ്കിൽ ഗ്രൂവ്സൊക്കെ ചെറിയ ഗ്രൂവ് എല്ലാം കൊടുത്തതാണെങ്കിൽ ഡീനോയ്സർ ഇപ്പോൾ ഹെവി ആയിട്ട് ഇട്ടതാണെങ്കിൽ അപ്പോൾ ഡീനോയ്സറിലെ ഗ്രൂവ് അങ്ങ് മാഞ്ഞു പോകും. സോ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നോക്കിയിട്ട് ഡീനോയ്സർ യൂസ് ചെയ്യുക. പിന്നെയുള്ളത് ക്യാമറയാണ്. ക്യാമറ ഒരുപാട് ഓപ്ഷനൊന്നും ക്യാമറയിലില്ല. സാധാരണ വീറയിൽ കുറേ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ സ്കെച്ച് 3ds Maxൽ കുറേ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഓപ്ഷനും കാര്യങ്ങളൊന്നും അധികമില്ല. സിമ്പിളാണ്. ടൈപ്പ് അതായത് 2 ടൈപ്പാണുള്ളത്. വീറേ സ്പിയറിക്കൽ പനോരമ, വീറേ ക്യൂബ് മാപ്പ്. വീറേ സ്പിയറിക്കൽ പനോരമ യൂസ് ചെയ്യുന്നത് 360 ഡിഗ്രി റെൻഡറിങ്ങിന് വേണ്ടിയിട്ടാണ്. വീറേ ക്യൂബ് മാപ്പ് സ്ക്വയർ ബോക്സ് ടൈപ്പ് ആയിട്ടുള്ള റെൻഡറിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും അധികം അങ്ങനെ ആരും യൂസ് ചെയ്യലില്ല. 360 റെൻഡറിങ്ങിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീറേ സ്പിയറിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഈ 360 ഡിഗ്രി റെൻഡറിങ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്തൊരു 360 ഡിഗ്രി റെൻഡറിങ് ഉണ്ട്. ഒരു സെക്കൻഡ്. ഇതാണ് 360 ഡിഗ്രി റെൻഡറിങ് എന്ന് പറയുന്നത്. ഈ 360 ഡിഗ്രി റെൻഡറിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതിപ്പോൾ എൻ്റെ FB പേജിലാണുള്ളത്. FB പേജിൽ നമുക്ക് ഈ 360 ഡിഗ്രി റെൻഡറിങ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൗസ് ഉപയോഗിച്ചിട്ട് ഈ റെൻഡറിങ് അതായത് റൂം നിങ്ങൾക്ക് 360 ഡിഗ്രിയിൽ ഫുള്ളായിട്ട് ഈ റൂം കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമുക്ക് ഏത് വ്യൂ ഒരു സെൻറ്ററിലൊരു സ്പിയറിക്കൽ ക്യാമറ വെച്ച ഒരു ഫീലായിരിക്കും. നിങ്ങൾക്ക് താഴെ മുകളിൽ സൈഡ് ഒക്കെ കാണാം. സൂം ചെയ്തിട്ട് നോക്കണ്ടെങ്കിൽ നോക്കാം. പക്ഷേ ഇതിൽ സൂം ആവില്ല. കാരണം മൊബൈലിൽ ഇതിൽ സൂം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ സൂം വർക്ക് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മൊബൈലിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂം ചെയ്തിട്ടൊക്കെ ഇത് നോക്കാൻ പറ്റും. അപ്പം ഇതാണ് 360 ഡിഗ്രി റെൻഡറിങ് എന്ന് പറയുന്നത്. അപ്പം ചില ക്ലയൻറ്റിനൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് റെൻഡറിങ് നമ്മൾ ഒരുപാട് വ്യൂ റെൻഡർ ചെയ്യുന്നതിന് പകരം ഈ ഒറ്റൊരു വ്യൂ കൊടുത്താൽ മതി. അവർക്ക് ചുറ്റി നടന്നിട്ട് അവരുടെ വീടും റൂമും കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് 360 ഡിഗ്രി റെൻഡറിങ്. ഇത് ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ സ്പിയറിക്കൽ പനോരമ ഉപയോഗിക്കുന്നത്. ഞാനത് ചെയ്തിട്ടുള്ളത് 3ds Maxലാണ്. അപ്പോൾ 3ds Maxൽ അതിൻ്റെ ഓപ്ഷൻ്റെ പേര് പിന്നെ സ്പിയറിക്കൽ ക്യാമറ തന്നെയാണ്. അപ്പം അതാണ് ഈ സ്പിയറിക്കൽ മാപ്പ്. നെക്സ്റ്റ് ക്യാമറയിലുള്ളത് എക്സ്പോഷറാണ്. എക്സ്പോഷർ എന്ന് വെച്ചാൽ നമ്മൾ വെളിച്ചം നമുക്ക് സാധാരണ റെൻഡറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡ്വാൻസ്ഡ് ക്യാമറ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിലുള്ളത്. പക്ഷേങ്കിൽ 3ds Maxൽ നമ്മൾ ക്യാമറ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ISO, ആർപേച്ചർ, ഷട്ടർ സ്പീഡ്. ഇതിലുണ്ട് ISO, ആർപേച്ചർ, ഷട്ടർ സ്പീഡ്. പക്ഷേങ്കിൽ നമ്മൾ ഇതിനെല്ലാം കൂടി കോമൺ ആയിട്ട് എക്സ്പോഷർ എന്ന് പറഞ്ഞൊരു വാല്യൂ മാത്രമേ ഉള്ളൂ. ഇതിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആവുന്നത് കാണാൻ പറ്റും. നിങ്ങളെ എക്സ്പോഷർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഓട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ലൈറ്റിനനുസരിച്ചിട്ട് എക്സ്പോഷർ സെറ്റ് ആയിക്കോളും. നെക്സ്റ്റ് വൈറ്റ് ബാലൻസ്. അതായത് നിങ്ങൾ വാമാണോ കൂളാണോ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതാണ്. കൂട്ടുന്നതിനനുസരിച്ചിട്ട് വാമിലേക്ക് പോകും, കുറക്കുന്നതിനനുസരിച്ചിട്ട് കൂളിലേക്ക് പോകും. അപ്പം അതും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഓട്ടോ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വൈറ്റ് ബാലൻസ് സെലക്ട് ചെയ്യും. നെക്സ്റ്റ് ഡെപ്ത് ഓഫ് ഫീൽഡ്. ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ഒബ്ജക്റ്റ്, അതായത് ഫോർഗ്രൗണ്ടിലുള്ള ഒരു ഒബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഒബ്ജക്റ്റും തമ്മിലുള്ള ബ്ലറാണ് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഡമ്മി പിക്ചർ കാണിച്ചു തരാം ഞാൻ ചെയ്തത്.
ഇപ്പം നിങ്ങൾ കാണാൻ പറ്റും ഈ ഒരു പിക്ചറിൽ നമ്മളെ ഈ ലൈറ്റ് നിങ്ങൾക്ക് കാണാം. ഈ ലൈറ്റ് ഫോക്കസ്ഡ് ആണ്. ബാക്കി നിങ്ങൾ ഈ പ്ലാന്റ്, ഈ കർട്ടന് ബാക്ക് സൈഡ് കംപ്ലീറ്റ് ഔട്ട് ഓഫ് ഫോക്കസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഡെപ്തിൽ നമുക്ക് നമ്മുടെ ഫോട്ടോയിൽ പോർട്രേറ്റ് മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മൊബൈലിൽ എടുക്കുന്നില്ലേ, അതേപോലെ നമ്മുടെ ഫോർഗ്രൗണ്ടിലുള്ള സാധനങ്ങൾ ഫോക്കസിലും ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒബ്ജക്റ്റുകൾ ബ്ലറും, അല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഒരു പ്ലാന്റ് ഫോക്കസ്ഡും ഈ ഭാഗമൊക്കെ ബ്ലറും ആക്കണ്ടെങ്കിലാണ് നമ്മൾ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പം അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഒബ്ജക്റ്റിലാണ് നമ്മുടെ ഫോക്കസ് വരേണ്ടതെന്നുള്ള ആ ഫോക്കസ് പോയിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റെൻഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അതിൽ ഫോക്കസ് ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ഔട്ട് ഓഫ് ഫോക്കസ് ആയി മാറും. അപ്പോൾ അങ്ങനെയാണ് ഡെപ്ത് ഓഫ് ഫീൽഡ് സെറ്റ് ചെയ്യുന്നത്. ഇത് ഞാനൊരു ട്യൂട്ടോറിയൽ ആയിട്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പിന്നെയുള്ളത് എഫക്ട്സ് ആണ്. അതായത് വിഗ്നെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് നമ്മൾ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 കോർണറിലും ഒരു ബ്ലാക്ക് കളർ അടിക്കും. ചില ഫോട്ടോ മൊബൈലിൽ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നതാണ് വിഗ്നെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 കോർണറും ഒരു ബ്ലാക്ക് കളറായിട്ട് ഫോട്ടോ വരും. ഇതെല്ലാം ശരിക്കും എല്ലാവരും ഇതിന് ശേഷം ഫോട്ടോഷോപ്പിലാണ് പോയിട്ട് ചെയ്യാറ്, പക്ഷേ ഇതിൽ തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വേർട്ടിക്കൽ ടിൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ റെൻഡർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ഒബ്ജക്റ്റ് ഉള്ളതെങ്കിൽ നമ്മൾ ഈ വേർട്ടിക്കൽ ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് റെൻഡറിനകത്ത് ഈ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ മാറിയിട്ട് നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വേർട്ടിക്കൽ ടിൽറ്റ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയൽ ടൈമിൽ ഒന്നും പ്രിവ്യൂവും കാണില്ല, പക്ഷേ നിങ്ങൾ റെൻഡറിങ്ങിൽ അതിനുള്ള പ്രിവ്യൂ വരും. അത് നമുക്ക് റെൻഡർ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്താണെന്ന് നോക്കാം. പിന്നെയുള്ളത് റെൻഡർ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് എടുക്കേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അതായത് നമുക്ക് സേഫ് ഫ്രെയിം, ഈ 800x450 ഫ്രെയിമാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മളെ സേഫ് ഫ്രെയിം. ഇതിൻ്റെ ഉള്ളിലുള്ള വ്യൂ മാത്രമേ റെൻഡർ ആവുള്ളൂ. ഇതിൽ പലതരത്തിലുള്ള പ്രീസെറ്റുകളുണ്ട്. 16:9 ഉണ്ട്, 1:1 ഉണ്ട്, 4:3 ഉണ്ട്. അപ്പം 1:1 ആണെങ്കിൽ സ്ക്വയർ ആയിട്ട് നിൽക്കും. പിന്നെ 4.5 പോർട്രേറ്റ് ആണെങ്കിൽ ഇങ്ങനെ വരും. പിന്നെ ഓരോ ടൈപ്പിലുള്ളുണ്ട്. 16.9 വൈഡ് ആംഗിളാണ്, അപ്പോൾ വൈഡിൽ വരും. ഇനി നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, എനിക്ക് കസ്റ്റമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കസ്റ്റമിലേക്ക് പോയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളേതായ എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ആ ഒരു എമൗണ്ടിനനുസരിച്ചിട്ട് നിങ്ങൾ ഇത് മാറ്റാൻ പറ്റും. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അൺലിങ്ക് ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഒരു സൈസിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം ഈ ഫ്രെയിമിനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സേഫ് ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഇമേജ് നമ്മൾ ഏത് റെൻഡർ ചെയ്ത്, സാധാരണ നമ്മൾ റെൻഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ റെൻഡർ ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷേ എങ്കിൽ ചില കേസുകളിൽ സേവ് ചെയ്യുന്നതിന് മുൻപ് നമ്മളോട് ക്ലോസ് ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും നേരം റെൻഡർ ചെയ്ത ആ ഫയൽ ഇമേജ് മിസ്സായി പോകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സേവ് കൊടുത്തതിന് ശേഷം നമ്മൾ പാത്ത് സെലക്ട് ചെയ്തതിന് ശേഷം റെൻഡർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ റെൻഡർ ഫിനിഷ് ചെയ്ത ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫയൽ ആ പാതിൽ സേവ് ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. കാരണം അഥവാ ക്രാഷായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ റെൻഡർ ചെയ്ത ഫയൽ അവിടെ സേവ് ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് ആനിമേഷൻ. ഇതിൽ അധികം ആനിമേഷൻ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ആനിമേഷൻ ഉണ്ട്. അത് നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഒരു ട്യൂട്ടോറിയലായിട്ട് ചെയ്ത് നോക്കാം. എൻവോയ്മെൻ്റ് ആണ് നമ്മൾ HDRI മാപ്പൊക്കെ കൊടുക്കുന്ന സമയത്താണ് നമ്മൾ എൻവോയ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. റിഫ്ലക്ഷനിൽ നിങ്ങൾക്കൊരു മെറ്റീരിയലായിട്ട് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഒരു റിഫ്ലക്ഷൻ മാപ്പ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ലോട്ടിൽ റിഫ്ലക്ഷൻ്റെ മാപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെയുള്ളത് മെറ്റീരിയൽ ഓവർറൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് നിങ്ങൾ എടുത്തു നോക്കുക, ഈ ഒരു വ്യൂ പോർട്ടിൽ ഇതിലൊക്കെ നമ്മൾ ബ്രിക്കിൻ്റെ ഒരു മെറ്റീരിയൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാനിത് റിയൽ ടൈമിൽ റെൻഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് കാണാം, റിയൽ ടൈം റെൻഡർ ഓൺ ആയ സമയത്ത് നിങ്ങൾക്ക് കാണാം ഈ ഒരു സാധനം ചരിഞ്ഞ് നിൽക്കുന്ന കാണാം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ വേർട്ടിക്കൽ ടിൽറ്റ് നമ്മൾ കൊടുത്തതിൻ്റെയാണ്. ഇത് 0 ആക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിരിക്കും. ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇത് ചരിയും. നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ചരിഞ്ഞ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേർട്ടിക്കൽ ടിൽറ്റ് ആവശ്യമായ ചില സ്ഥലങ്ങളുണ്ടാവും എക്സ്റ്റീരിയർ ചെയ്യുന്ന സമയത്ത്, അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുക. നെക്സ്റ്റ് ഓവർറൈഡ് മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം
നമ്മൾ ഇതിനൊക്കെ ഒരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ലൈറ്റിംഗ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്ക് ലൈറ്റിങ്ങിൻ്റെ പവർ കാണാനുള്ള ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും കൂടി ഒരു മെറ്റീരിയൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ എല്ലാം സെലക്ട് ചെയ്തിട്ട് ഒരു മെറ്റീരിയൽ കൊടുക്കുന്നതിനെക്കാട്ടും ബെസ്റ്റ് ഈ മെറ്റീരിയൽ ഓവർ റൈഡ് ആക്കിയിട്ട് ഓൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു ഓവർ റൈഡ് കളറുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റാം. ആ കളർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഒബ്ജക്റ്റും ആ ഒരു കളറിൽ റെൻഡർ ആവുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഒറ്റ കളറിൽ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇത് ഓഫാക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ മെറ്റീരിയൽ അതിൽ കാണാൻ പറ്റും. അപ്പോൾ ഒന്നിലും മെറ്റീരിയൽ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് സ്പെഷ്യൽ മാപ്പ് ഞാൻ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഓവർ റൈഡ് മെറ്റീരിയലിൽ ഒരു മാപ്പ്, ഏത് മാപ്പായാലും ശരി, ആ ഒരു മാപ്പ് നിങ്ങൾക്ക് ജനറിക് മെറ്റീരിയൽ ആയാലും ശരി, ഒരു മാപ്പായാലും ശരി, ആ മാപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനാണ് ഓവർ റൈഡ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളത് സ്വരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർവർ ബേസ്ഡ് റെൻഡറിങ് ആണ്. അതായത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സെർവർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ റെൻഡറിങ് ഫാസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സെർവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർവർ കണക്ട് ചെയ്ത് ഹോസ്റ്റ് വെച്ചിട്ട് മൾട്ടിപ്പിൾ സെർവർ കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇതൊന്നും ആരും അധികം അങ്ങനെ യൂസ് ചെയ്യില്ല. പിന്നുള്ളത് റെൻഡർ പാരാമീറ്റർ ആണ്. റെൻഡർ പാരാമീറ്റർ ആൻറ്റി അനലൈസിങ് ഫിൽട്ടർ. അതായത് നിങ്ങൾ പിന്നെ ഇതിൽ പല ടൈപ്പ് ഫിൽറ്റേഴ്സ് ഉണ്ട്. സിങ്ക് ഉണ്ട്, ലാഗ്നോസ് ഉണ്ട്, ക്യാംചൽ റോം ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, ബോക്സ് ഉണ്ട്, ഏരിയ ഉണ്ട്. അപ്പോൾ പല ടൈപ്പിലുണ്ട്. ഇതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ക്യാംചൽ റോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഷാർപ്പായിരിക്കും എഡ്ജുകളൊക്കെ. പക്ഷേ ചില കേസുകളിൽ ഇത് ഭയങ്കര പ്രശ്നമാണ്. ചില കേസുകളിൽ ആ റിയലിസ്റ്റിക് എഫക്റ്റ് അങ്ങ് പോകും. അപ്പോൾ ഞാൻ അധികവും പ്രിഫർ ചെയ്യുക ഏരിയ അല്ലെങ്കിൽ ലാഗ്നോസ് ഫിൽറ്റർ തന്നെയാണ്. അപ്പോൾ ലാഗ്നോസോ അല്ലെങ്കിൽ ഏരിയോ യൂസ് ചെയ്യുക. പിന്നെയുള്ളത് കളർ മാപ്പിംഗ് ആണ്. കളർ മാപ്പിങ്ങിൽ ഇതിലൊന്നും അധികം ആരും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം സെയിം ആസ് ഇറ്റ് ഈസ് കിടന്നാൽ മതി. പിക്സൽ മാപ്പിംഗ് ഒക്കെ ചെയ്യേണ്ടെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിനൊന്നും ആവശ്യം ശരിക്കില്ല, അത് നോക്കണ്ട. പിന്നെ ഒപ്റ്റിമൈസേഷൻ നമ്മൾ അഡാപ്റ്റീവ് ലൈറ്റിൻ്റെ സബ് ഡിവിഷൻ കൂട്ടുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വാളിറ്റി കൂടും, പക്ഷേങ്കിൽ നമ്മൾ റെൻഡർ ടൈം ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവും. അപ്പോൾ ഇതൊക്കെ ആസ് ഇറ്റ് ഈസ് ഡിഫോൾട്ട് കിടക്കുന്നത് തന്നെയായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്. സ്വിച്ചസ്, ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രം നമുക്ക് ഓഫ് ചെയ്യേണ്ടെങ്കിൽ ഓഫാക്കാം. നമ്മൾ സീനിയർ ലൈറ്റ് വേണ്ടിയെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യേണ്ടെങ്കിൽ ഓഫ് ചെയ്യാം. ഹിഡൻ ആയിട്ട് എന്തെങ്കിലും ലൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അത് ഓഫ് ചെയ്യാം. ഷാഡോ, നമ്മൾ ഒബ്ജക്റ്റ് റെൻഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷാഡോ വേണ്ടാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാണ് ഇത്രയും സാധനം. പിന്നെയുള്ളത് ഗ്ലോബൽ ഇലുമിനേഷനിലാണ് നമ്മൾ സാധാരണ ഇറിഡിയൻസ് മാപ്പ് അല്ലെങ്കിൽ ബ്രൂട്ട് ഫോഴ്സ്, ലൈറ്റ് ക്യാഷ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. പക്ഷേ ഇൻറ്ററാക്റ്റീവ് റെൻഡറിൽ ഇതൊന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഇവിടെ ഇതെല്ലാം ആക്റ്റീവ് ആവും. ആക്റ്റീവ് ആയി കഴിഞ്ഞപ്പോൾ CPU റെൻഡറിലെങ്കിലും മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഗ്രസീവ് ഇൻട്രാക്റ്റീവിലാണുള്ളത്, ഇൻട്രാക്റ്റീവ് ഓഫ് ചെയ്യുക. അതിനുശേഷം ഇത് രണ്ട് ആക്റ്റീവ് കാണാം. ഇതിപ്പം ബ്രൂട്ട് ഫോഴ്സിലും ലൈറ്റ് ക്യാഷിലാണ്. അത് ബ്രൂട്ട് ഫോഴ്സിനും ലൈറ്റ് ക്യാഷും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം റിയലിസ്റ്റിക് എഫക്റ്റ് തന്നെ കിട്ടും. പിന്നെ പക്ഷേങ്കിൽ ഭയങ്കര റെൻഡറിങ് ടൈം കുറേ എടുക്കും. നിങ്ങൾ ഇറിഡിയൻസ് മാപ്പിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പാരാമീറ്റർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ലോ ക്വാളിറ്റി മുതൽ ഹൈ ക്വാളിറ്റി വരെ ഇതിൻ്റെ റേറ്റ് മാറ്റി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമുക്ക് പോകാം പിന്നീട്. ഇപ്പോൾ ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും. പിന്നെ ലൈറ്റ് ക്യാഷ്, അതായത് നിങ്ങൾ ഈ സീനിൽ ഉപയോഗിക്കുന്ന ലൈറ്റിൻ്റെ ക്യാഷുകൾ കൂട്ടാൻ വേണ്ടിയിട്ട്, സബ് ഡിവിഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ലൈറ്റിൻ്റെ ഒരു ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉണ്ടാവും. അപ്പം എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് 1000 തന്നെയാണ്. നല്ല സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾ 2000 വരെ ഉപയോഗിക്കാം. അതിനുശേഷം വരുന്നത് റെൻഡർ അഡ്വാൻസ്ഡ് ക്യാമറ പ്രോപ്പർട്ടീസ് ആണ്. അതായത് നമ്മൾ പിന്നെ ISO, F നമ്പർ അല്ലെങ്കിൽ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്. സാധാരണ ഞാൻ യൂസ് ചെയ്യുന്നത് 100 ISO, 8 ഷട്ടർ സ്പീഡ് 8 ആർപേച്ചർ, പിന്നെ 100 ഷട്ടർ സ്പീഡ്, അല്ലെങ്കിൽ ഈ ഒരു എൻവോയ് എക്സ്പോഷർ വാല്യൂവിൽ അഡ്ജസ്റ്റ് ചെയ്യുക. രണ്ടായാലും നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളെ സീനിൻ്റെ വെളിച്ചത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ എന്താണ് വ്യത്യാസം എന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നമുക്ക് ഇവിടെ ഇൻട്രാക്റ്റീവ് റെൻഡർ ഓൺ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മൾ 15 ആണ് എക്സ്പോഷർ വാല്യൂ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഡാർക്കാണ് സീന്. ഞാനിത് 10ലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രൈറ്റായി. അപ്പോൾ നമുക്കൊരു
12 അല്ലെങ്കിൽ 13 വെച്ചാൽ മതി. 12 അല്ലെങ്കിൽ 13. ഇപ്പോൾ ഏകദേശം ബ്രൈറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി കൂട്ടാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എക്സ്പോഷർ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് 100 ISO പിന്നെ 100 ആർപേച്ചർ ഷട്ടർ സ്പീഡ് 8 ആർപേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മളെ പിന്നെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പം ഇതിൽ ലൈറ്റ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ലൈറ്റ് ഇല്ല. സൺലൈറ്റ് ഇൻറ്റൻസിറ്റി 0.5 മാറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടി വെളിച്ചം കുറയുന്നത് കാണാം. അപ്പം ഈ ഒരു സെറ്റിങ്സ് ഇതാണ് സ്ഥിരമായിട്ട് അധികം ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റിൽ ചേഞ്ച് ചെയ്യാണ്ട് എക്സ്പോഷറിൽ തന്നെ നമ്മൾ ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ബോക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നൈറ്റിൽ ഒരു ലൈറ്റ് റെൻഡർ ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റിന് ചുറ്റുമുള്ള ഒരു പ്രകാശം, അതിനാണ് ബോക്കെ എന്ന് പറയുന്നത്. പ്രകാശമല്ല, ഒരു ബ്ലർനെസ്, അതിനാണ് ബോക്കെ എന്ന് പറയുന്നത്. ബോക്കെ എഫക്റ്റ് നമ്മൾ എന്താ പറയുക, നമ്മൾ ഡെപ്ത് ഓഫ് ഫീൽഡ് പോലെ തന്നെയാണ് ബോക്കെ. നമ്മൾ ഫ്ലയർ, അതായത് നമ്മൾ റെൻഡർ ചെയ്യുന്നിടത്തുള്ള ഒരു ഫ്ലയർ, ഞാൻ അതിൻ്റെ എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇതാണ് ബോക്കെ. ഇത് കണ്ടോ നിങ്ങൾ, ഈ ഫോർഗ്രൗണ്ടിലുള്ള നമ്മൾ ഒബ്ജക്റ്റ് നമ്മൾ ഡെപ്ത് ഓഫ് ഫീൽഡ് വെച്ച് റെൻഡർ ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒബ്ജക്റ്റ് ബ്ലറായിട്ട് കാണിക്കും. അപ്പോൾ ഈ ഒരു ബ്ലർനെസ്സിനാണ് നമ്മൾ ബോക്കെ എന്ന് പറയുക. ആ ബോക്കെ എഫക്റ്റിൻ്റെ പാരാമീറ്റേഴ്സാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ നമുക്ക് ബോക്കെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പാരാമീറ്റേഴ്സ് കൂടുതലായിട്ട് ചെക്ക് ചെയ്യാം. പിന്നെ ഉള്ളത് വോളിയോമെട്രിക് എൻവയോൺമെൻറ്റിലാണ്. അതായത് ഈ മിസ്റ്റ് ഫോഗ് പോലത്തെ സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് വോളിയോമെട്രിക് എൻവയോൺമെൻ്റ് ആയിരിക്കും. ഞാൻ വോളിയോമെട്രിക് എൻവയോൺമെൻറ്റ് വെച്ച് റെൻഡർ ചെയ്ത ഒരു ഫയൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് വോളിയോമെട്രിക് ഫോഗ് വെച്ചിട്ട് റെൻഡർ ചെയ്തതാണ്. പക്ഷേ ഇത് സ്കെച്ചപ്പ് അല്ല. ഞാൻ മോഡൽ ചെയ്തത് സ്കെച്ചപ്പിലും റെൻഡർ ചെയ്തത് 3ds Max കൊറോണയിലാണ്. അപ്പം നിങ്ങൾ ഈ കാണുന്നില്ല, ഈ ഒരു ഫോഗ്, രാവിലത്തെ ഒരു മഞ്ഞ് വീഴുന്ന ഒരു എഫക്റ്റ് ഇല്ലേ ഫോഗിൻ്റെ, ആ ഒരു ഫോഗിൻ്റെ എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോളിയോമെട്രിക് ലൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ മോർണിംഗ് നമ്മൾ ഒരു എഫക്റ്റ് യൂസ് ചെയ്യാനൊക്കെ ഫോഗ് ഉപയോഗിക്കാൻ പറ്റും. അതിനാണ് വോളിയോമെട്രിക് എൻവയോൺമെൻറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെയുള്ള ഡീനോയ്സറിൻ്റെ കേസ് നമ്മളിവിടെ പറഞ്ഞു. ആ ഡീനോയ്സറിൻ്റെ തന്നെ പാരാമീറ്റേഴ്സാണ് ഇവിടെയുള്ളത്. നമുക്കതിൻ്റെ സ്ട്രെങ്ത്ത് പിന്നെ റേഡിയസ് എന്നിവ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പാരാമീറ്റർ ഉപയോഗിക്കാൻ പറ്റും. കോൺഫിഗറേഷൻ ഒന്നുമില്ല, അത് ബേസിക് ഇതിൻ്റെ അകത്തൊക്കെ ഓൾറെഡി ഉള്ളതാണ്. ഡിഫോൾട്ടായിട്ടുള്ളത് വേണോ അസെറ്റ്, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഫക്റ്റ് വേണമെന്ന് അതൊന്നും നമ്മൾ നോക്കില്ല സാധാരണ, ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇത്രയും സാധനമാണ് നമ്മൾ വീറേ അസെറ്റ് എഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് നോക്കാനുള്ളത് വീറേ യൂട്ടിലിറ്റിയാണ്. യൂട്ടിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. വീറേ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇത്രയും സാധനങ്ങളാണ് വീറേ യൂട്ടിലിറ്റി. അപ്പം വീറേ യൂട്ടിലിറ്റിയിൽ നമ്മൾ ഇപ്പോൾ നമുക്കിവിടെ ഒരു ലൈറ്റ്, ഒരു സ്പിയർ ലൈറ്റും ഒരു പ്ലെയിൻ ലൈറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പം ഈ രണ്ട് ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസാണിത്. പ്രോപ്പർട്ടീസ് അല്ല, ഓപ്ഷൻസ്, വ്യൂ ഓപ്ഷൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ഈ പ്ലെയിൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്ലെയിന് നമുക്ക് രണ്ട് ലൈറ്റ്, ഈ ലൈറ്റുകൾ രണ്ടും ഇപ്പം ഒരു സോളിഡ് ഒബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവ്യൂ ഓപ്ഷൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് ഇങ്ങനെ കാണിക്കേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ ലൈൻ എഫക്റ്റിലേക്ക് ഇത് മാറും. നെക്സ്റ്റ് ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്യണമെന്നില്ല, ചെയ്തില്ലെങ്കിലും ആവും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീറേ ലൈറ്റ് മാത്രം ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലൊരു ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ വീറേ ലൈറ്റ് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. നെക്സ്റ്റ് ഈ 1 2 3 4 5 ഈ 5 സാധനങ്ങളും വീറേ ടെക്സ്ചർ ൻ്റെ ടൈലിംഗ് ആണ്. പക്ഷേ എങ്കിൽ ഇത് അഡ്വാൻസ്ഡ് ടൈലിംഗ് ഒന്നുമില്ല ഇതിൽ. ഇത് ജസ്റ്റ് നമ്മളിപ്പോൾ ഇതിനൊരു മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഫസ്റ്റത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൂവ് മെറ്റീരിയൽ ആണ്. നമ്മൾ ഈ അപ്ലൈ ചെയ്ത മെറ്റീരിയൽ ഈ ഒബ്ജക്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ
ഇതിലുള്ളത് പ്ലെയിനർ മാപ്പാണ്. മാത്സിൽ ചെയ്യുന്ന ആൾക്കാർക്കറിയാം പ്ലെയിനർ മാപ്പ്, ബോക്സ് മാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്. പ്ലെയിനർ മാപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈക്വലായിട്ട് ആ ടൈല് ഡിവൈഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് ബോക്സ് മാപ്പാണ്. ബോക്സ് മാപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈലിങ് ഒരു ബോക്സ് പോലെ എല്ലാ ഭാഗത്തും സ്കെയിലാവും. പക്ഷേ ഇതിൽ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു എഫക്റ്റും പാരാമീറ്ററും ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഇത് സ്പിയറിക്കൽ പ്രൊജക്ഷനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിനെ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷനിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു സ്പിയറിക്കൽ മാപ്പിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിപ്പോൾ റൗണ്ടിലേക്ക് ഇങ്ങനെ മാറിയിട്ടുണ്ട്. സാധാരണ അങ്ങനെ വരില്ല. ബോക്സിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക, സ്പിയറിക്കിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക. നെക്സ്റ്റ് ഇത് എൻലാർജ്, അതായത് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ടൈലുകൾ തന്നെ പ്രൊജക്റ്റ് ചെയ്തിട്ട് വലിങ്ങനെ കാണിച്ചു തരും. അത്രയും ഇതിൽ എഡിറ്റേ ഉള്ളൂ. പക്ഷേങ്കിൽ ഇതിനെക്കൊണ്ട് വലിയ യൂസൊന്നും നമുക്ക് ടൈലിങ്ങിൽ വരില്ല. നമ്മൾ ടൈലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടൂളുകളുണ്ട് മാപ്പ് ടൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റത്തത് നമുക്ക് ഇതിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ളതുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്യാം. ചെയ്തതിന് ശേഷം ഈ ഒരു ഫേസ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്ചർ എന്ന് പറഞ്ഞൊരു കാണാം. ടെക്സ്ചറിൽ പൊസിഷൻ ഇത് എടുക്കുക. എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ 4 പോയിന്റ് കാണാൻ പറ്റും. ഫസ്റ്റത്തത് മൂവ് ആണ്, അതായത് നമുക്ക് ഈ ടെക്സ്ചർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. രണ്ടാമത്തത് റൊട്ടേറ്റ് ഇങ്ങനെ നമുക്ക് ടെക്സ്ചർ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ആ റൊട്ടേറ്റ് തന്നെയാണ് സ്കെയിൽ. ആ സ്കെയിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ഒരു പോയിന്റ് ഈ മൂവ് ബട്ടൺ വെച്ച പോയിന്റ് ഫിക്സഡ് ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ സ്കെയിൽ ചെയ്യാൻ പറ്റും. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഇത് സ്ക്യൂ ആണ്. അതായത് നമ്മൾ ടെക്സ്ചർ നമുക്ക് സ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സ്ക്യൂ അല്ല, ഡിസ്ട്രോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളത് സ്ക്യൂ ആണ്. അതായത് നമുക്ക് ഈ ഒരു ടെക്സ്ചറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു പോയിന്റ് തന്നെയാണ് നമുക്ക് താഴോട്ടേക്കുള്ള സ്കെയിലിന് വേണ്ടി ഉപയോഗിക്കുന്നതും. അപ്പോൾ ഇങ്ങനെ സ്കെയിൽ ചെയ്യണ്ടെങ്കിലും ഈ ഒരു ബട്ടൺ താഴോട്ടേക്ക് ഡ്രാഗ് ചെയ്താൽ മതി. ഇങ്ങനെ നമുക്ക് സ്കെയിൽ ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പിക്കിംഗ് ചെയ്യുന്ന കളർ പിക്കർ പോലത്തെ ഒരു സാധനം ഉപയോഗിച്ചിട്ട് നമ്മൾ പുറത്ത് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കളർ പിക്കർ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതെല്ലാം ഈ ഒരു ടൈലിംഗ് ആയിരിക്കും. ഇത് നമ്മൾ ഈ ഒരു മാപ്പ് നമ്മൾ പിക്ക് ചെയ്തു. ഇനി അടുത്ത ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാപ്പ് അവിടെ എല്ലാം നമുക്ക് അപ്ലൈ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഒരു ടെക്നിക്കാണ് നമ്മൾ ഇതിൽ സ്കെച്ചപ്പിൽ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടുള്ളത്. അതല്ലാതെ നമ്മൾ രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പ്ലഗിനാണ് ഈ സ്കെച്ച് യു വി മാപ്പിംഗ് എന്ന് പറയുന്നത്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം, അതായത് നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്ത് വെച്ച ഒരു മെറ്റീരിയലിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ ഈ ഒരു സ്കെച്ച് യു വി മാപ്പിങ്ങിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതേ സ്ഥലത്ത് വന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്ലെയിനർ മാപ്പ് വ്യൂ, സ്പിയറിക്കൽ മാപ്പ് വ്യൂ, സിലിണ്ടറിക്കൽ മാപ്പ് വ്യൂ, ബോക്സ് മാപ്പ് വ്യൂ, ഇങ്ങനെ പലതരത്തിലുണ്ട്. ഇപ്പം ഇത് നമുക്ക് പ്ലെയിനറാണ്. ഈ ഒരു ഭാഗത്തുള്ള പ്ലെയിൻ മാപ്പാണ് യൂസ് ചെയ്യുന്നത്. സോ പ്ലെയിനറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ടൈലാവും. ഇനി ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് റൈറ്റ് ബട്ടൺ റൈറ്റ് ഏറോ അതിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വലത്തോട്ടേക്ക് ടൈലാവും. ഷിഫ്റ്റ് ഡൗൺ ഏറോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടേക്ക് സ്കെയിലാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്കെയിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെയാണ് ബോക്സ് വരുന്നുണ്ടെങ്കിൽ ഓവറോൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ബോക്സ് മാപ്പ് കൊടുക്കുക. സെയിം ഇത് തന്നെയാണ്. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് വലത്തോട്ടേക്ക് കഴിഞ്ഞാൽ വലത്തോട്ടേക്ക് മാപ്പാവും, താഴോട്ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടേക്ക് മാപ്പാവും. അങ്ങനെ തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അത് യൂസ് ചെയ്യുന്നത്. എല്ലാ ടൂളുകളും നിങ്ങൾക്ക് ഇപ്പം കവറായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തിനെ പറ്റിയിട്ടെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അല്ലാതെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഫോൺ നമ്പർ. അതിനകത്ത് വാട്സാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. കൂടുതലായിട്ട് ഉള്ള വീഡിയോ നെക്സ്റ്റ് നമുക്കൊരു ക്ലാസ്സിൽ ഒരു എക്സ്റ്റീരിയർ പ്ലാന് വരച്ചിട്ട് അത് വെച്ചിട്ട് ഒരു വീട് ഉണ്ടാക്കിയിട്ട് അതിനെങ്ങനെയാണ് നമ്മൾ വീറേ ലൈറ്റ് വെച്ചിട്ട് റെൻഡർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.